ഒരു ക്ലെയിമില്ല, ഒരു ക്ലെയിമില്ല, സീറോ ക്ലെയിം വണ്ടി. ഓരോ 10,000 സർവീസുള്ള വണ്ടി. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. എന്റെ അടുത്ത് ഒരു ലൈവ് എൻക്വയറി ഉണ്ട്. അതുണ്ട്, എന്റെ അടുത്തുണ്ട്. നമുക്ക് ശരിയാക്കാം. അടുത്തതാ ഒരു ഡീസൽ ഹെക്ടർ ആണ്. സാറിന് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഇത് ഡീസൽ കുറച്ചും കൂടി മൈലേജിൽ കൊണ്ടടക്കാൻ പറ്റിയ വണ്ടി. അപ്പൊ ഹെക്ടറിന്റെ എല്ലാ ഡ്രൈവിംഗ് ഫീലും വേണം, എല്ലാ ലക്ഷറിയും വേണം, പക്ഷേ മൈലേജും വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. നേരത്തെ കണ്ടത് ഹൈലൈൻ ഓട്ടോമാറ്റിക് ആയിരുന്നു, മിഡിൽ ഓപ്ഷനിൽ വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് ആണ്. സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അല്ലേ. വയർലെസ് ചാർജർ ഉണ്ട്. അടുത്തത് സ്വിഫ്റ്റ് ആണ്. അതായത് 3 കളറിൽ ഒരേ ഷേപ്പ് സ്വിഫ്റ്റ് ഉണ്ട്, പക്ഷെ 3 ഓപ്ഷൻ ആണ്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്തൊരു നീല ഉണ്ട്, പിന്നെ ഒരു വൈറ്റും ഉണ്ട് അല്ലേ. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കും ആണ്. ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, മേജറായിട്ട് ഒരു ക്ലെയിം ഇല്ല, സീറോ ക്ലെയിം വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസാൻ ഭായ് ആണ് നമ്മുടെ കൂടെ. നമ്മൾ വന്നിരിക്കുന്നത് SS ഡ്രൈവ്. കുറച്ച് ഗ്യാപ്പായല്ലോ നമ്മളിപ്പോ വീഡിയോ ആയിട്ട്. ഇവര് അതായത് മാങ്കാവ് തിരുവണ്ണൂരാണ് കറക്റ്റ് ലൊക്കേഷൻ. ഒരു ഷോറൂം റൈറ്റ് സൈഡും ഉണ്ട്. അതായത് കോഴിക്കോട് നിന്ന് പിന്നെ കൊണ്ടോട്ടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് റൈറ്റ് സൈഡിലുണ്ട്, ഒന്ന് നേരെ ലെഫ്റ്റിലുണ്ട്. ഇപ്പൊ തുടങ്ങിയതാണ് ഈ ഷോറൂം, ഇപ്പൊ തുടങ്ങിയതാണ് ലെഫ്റ്റിലുള്ളത്. ഓക്കെ, അപ്പൊ അതാ ഇങ്ങനത്തെ സെഗ്മെന്റ് വണ്ടികൾ തന്നെയാണ് അധികം. പിന്നെ ചെറുത് നിയോസ്, സ്വിഫ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റ് കുറെ ഉണ്ട് അല്ലേ ഇന്ന്. SUV സെഗ്മെന്റ്സ് ഉണ്ട്, ഹാച്ച്ബാക്ക് സെഗ്മെന്റ്സ് ഉണ്ട്, മാരുതിന്റെ ഒരു വലുത് അപ്പുറത്തുണ്ട്, അപ്പുറത്തെ ഷോറൂമിലുണ്ട് അല്ലേ. അതുകൊണ്ട് ഓക്കെ. അപ്പൊ മാങ്കാവ് തിരുവണ്ണൂർ തന്നെയാണ് ലൊക്കേഷൻ, കോഴിക്കോട്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും ബ്രോ കുറെ ആയി നമ്മൾ ചെയ്തിട്ട് അതെ നല്ലൊരു പ്രൈസിന് കൊടുക്കാൻ പറ്റും. മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം. ഇട്ടിട്ടുണ്ടോ വില? ഞാൻ എല്ലായിടത്തും പറയുന്നത് മാക്സിമം കുറച്ചിട്ടാണ് ബാക്കി കസ്റ്റമേഴ്സ് പറയൂ എന്താന്നുള്ളത്. അപ്പോ പുള്ളി ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ ഇവിടെ വീഡിയോ അല്ല. സാധാരണ സജീദിക്കാണ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വിട്ടുപോരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളൊന്നും എവിടെ എത്തൂല, സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം തന്നെ അങ്ങനെ റോഡിൽ കാണാത്തതായിട്ട് നിസാൻ കിക്സ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 9295 നല്ലൊരു നമ്പർ. ഓക്കെ, ഏതാ മോഡൽ? 2021 മോഡൽ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, വെറും 16,000 കിലോമീറ്റർ മാത്രം ഓട്ടോ. 21-ന് 16,000 മാത്രം ഓട്ടോ. സിംഗിൾ ഓണർഷിപ്പ് കണക്കാണ്. XV ഓപ്ഷനിലാണ്. ഇതിന്റെ മുകളിൽ XV പ്രീ ഫുൾ ഓപ്ഷൻ, ഒറ്റ ഓപ്ഷൻ കൂടി കൂടുതലുണ്ടാവും. ഒറ്റ ഓപ്ഷൻ കൂടി. അതിന്റെ തൊട്ട് താഴെ വരുന്ന വാഹനമാണ്. അപ്പോ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല, സീറോ ക്ലെയിം ആണ്. അതേപോലെ ഇപ്പം ജസ്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടേ വെച്ച ഡീസലാ പെട്രോൾ മാനുവൽ വാഹനമാണ്. അത്യാവശ്യം അതായത് ഡസ്റ്റർ, ടെറാനോ കാറ്റഗറിനേക്കാൾ കുറച്ചും കൂടി പെർഫോമൻസും എല്ലാം ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. അപ്പോ സ്റ്റൈലിഷ് വാഹനമാണ്. ഓക്കെ, നിസാനും റെനോവും കൂടി പുതിയ മോഡൽ ഇങ്ങനെ ഇറക്കി അതിനെക്കാട്ടിയൊക്കെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. വണ്ടിയാണ്. ആ ഓട്ടത്തിലുള്ള ടയേഴ്സ് അതങ്ങനെ തന്നെ ഉണ്ട്. ഷോറൂം പറഞ്ഞ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 21 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, കോഴിക്കോട് വണ്ടി. എത്രയാ പ്രൈസ്? എങ്ങനെയാ? 6,95. 6,95,000. പ്രൈസ് ഫൈനൽ അല്ലല്ലോ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും. 6,95. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോ. വലിയ ഓട്ടോ പോയിട്ടില്ല, ലോ കിലോമീറ്റർ നിസാൻ കിക്സ് ആണ്. അപ്പൊ ഒരു വെറൈറ്റി വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ ആളുകൾ ഇത് ഈ വണ്ടി യൂസ് ചെയ്ത ഒരാൾക്ക് ഇത് ബെസ്റ്റാ. ഈ വണ്ടി യൂസ് ചെയ്ത ആൾ തന്നെ ഇത് എടുക്കൂല, പക്ഷെ ഇതിനെപ്പറ്റി അറിയുന്ന ലോൺ എത്ര കിട്ടും? ഫുള്ള് ലോൺ കിട്ടും, ഫുള്ളും കയറും. ഓക്കെ, നിങ്ങളുടെ ട്രാക്കോടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ട്രാക്കാണ്, നമുക്ക് ഫുള്ളും ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കോമ്പാക്ട് SUV തന്നെ, Volkswagen Tiguan KL 2 കൊല്ലം വണ്ടിയാണ്. ഇതേതാ മോഡൽ വരുന്നത്? 22 മോഡല്, ഹൈലൈൻ ഓട്ടോമാറ്റിക്. 22 ഹൈലൈൻ ഓട്ടോമാറ്റിക്. ഓക്കെ, ഹൈലൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ്. കംഫർട്ട് ലൈൻ, ഹൈലൈൻ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിന്റെ മുകളിൽ ടോപ്പ് ലൈനും കൂടി ഉണ്ടാവും. ഇതിലിപ്പോ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി സൺറൂഫ് ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. പുഷ് ബട്ടൺ വരും, അലോയ്സും വരും. ഓട്ടോമാറ്റിക് വെച്ചാൽ ടോർക്ക് കൺവെർട്ടർ ആണ്. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനാണ്, 1 ലിറ്റർ ടർബോ. ഓക്കെ, വണ്ടി ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? 18 വരുന്നുണ്ട് ഏകദേശം. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. നിലവിൽ റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല.
കിലോമീറ്റർ പറഞ്ഞു നമ്മള് കിലോമീറ്റർ 45,000 കിലോമീറ്റർ. 45. ഓക്കെ. അപ്പോ വാറണ്ടി ഇപ്പൊ വാറണ്ടി കഴിഞ്ഞിട്ടില്ല. എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. 2027 വരെ ഉണ്ട്. 27 വരെ 5 കൊല്ലത്തേക്ക് ഉണ്ട്. ഓക്കെ. നിലവില് വാറണ്ടി അല്ല 23 അല്ല, അപ്പൊ 8 വർഷം ഉണ്ടാവില്ല. 23 രജിസ്ട്രേഷനാണ്. 22 മോഡൽ 23 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് ഹൈലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വണ്ടി. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് 11.5 ആസ്കിങ്. 11.5 ചോദ്യമാണ്. മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? എന്തായാലും ചെയ്ത് കൊടുക്കാം. പിന്നെ ലോൺ ഒരു 10-10.25 കിട്ടും. സുഖസുന്ദരമായിട്ട് 10 lakh വരെ എന്തായാലും നമുക്ക് കിട്ടും. അടുത്തതാ ഒരു ഫോർച്യൂണർ. നല്ലൊരു അടിപൊളി അട്രാക്റ്റീവ് കളറാണ്. അതായത് വണ്ടി ഓവറായിട്ട് മോഡിഫൈ ചെയ്ത് കൊളാക്കി വെക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അല്ലേ? ഒന്നുമില്ല. നാച്ചുറൽ ലുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനത്തെ നല്ലൊരു അടിപൊളി ഒറിജിനൽ കേരള ഫോർച്യൂണർ ആണ് ഇത്. KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതായത് 2016 മോഡൽ. അത് അന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ പിന്നെ എന്താ പറയാ ആ ഒറിജിനൽ ഷേപ്പ് തന്നെയുള്ള ഫസ്റ്റ് ഷേപ്പ്. ഓക്കെ. ഏതാ മോഡല്? 16 മോഡല് 17 രജിസ്ട്രേഷൻ 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1.13 ഓട്ടം. A to Z ടൊയോട്ട ഫുൾ ഹിസ്റ്ററി വണ്ടി. ഫുൾ ഹിസ്റ്ററി. ഒരു ക്ലെയിം ഇല്ല. ഒരു ക്ലെയിം ഇല്ല. സീറോ ക്ലെയിം വണ്ടി. ഓരോ 10,000 സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. എന്റെ അടുത്ത് ഒരു ലൈവ് എൻക്വയറി ഉണ്ട്. അതുണ്ട്. എന്റെ അടുത്തുണ്ട്. നമുക്ക് ശരിയാക്കാം. ഓക്കെ. അപ്പോ ബാക്കി ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. പ്രൈസിങ് എങ്ങനെയാ? പ്രൈസ് ആസ്കിംഗ് പ്രൈസ് നമ്മൾ 27,000 മാറ്റം ചെയ്ത് കൊടുക്കണം. കൊടുത്തിരിക്കും. നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ വരാന്ന് നിങ്ങൾ പറയണം. ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. കൊടുക്കാതെ അവിടെ പോവാൻ ടീം ടെക്കിന്റെ വീഡിയോ കണ്ടിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നാണ്. മൂപ്പരെ പൊക്കിയാ മതി. ഓക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ 27,25,000 ചോദ്യമാണ്. പേടിക്കേണ്ട, മാറ്റം ഉണ്ടാവും. പിന്നെ ലോൺ എത്ര കയറും? ലോൺ 20 lakh അബോ കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാം. കാരണം ITR കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണം. മാക്സിമം വേണം. നല്ല പ്രൊഫൈൽ ആണെങ്കിലാണ് ഇത്ര അബോ നമുക്ക് വരുള്ളൂ. നല്ല പ്രൊഫൈൽ നമുക്ക് മാക്സിമം ചെയ്യാം. കസ്റ്റമർക്ക് ഇപ്പോൾ എത്ര ലോൺ കിട്ടിയാലും നമുക്ക് സന്തോഷവും. കസ്റ്റമർ അതായത് നിങ്ങളുടെ ഇതും കൂടി നോക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര EMI താങ്ങാൻ പറ്റുന്നുള്ള നോക്കിയിട്ട് അതിനനുസരിച്ച് അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു ഡീസൽ ഹെക്ടർ ആണ്. സാറിന് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഇത് ഡീസൽ കുറച്ചും കൂടി മൈലേജിൽ കൊണ്ടടക്കാൻ പറ്റിയ വണ്ടി. അപ്പോൾ ഹെക്ടറിന്റെ എല്ലാ ഡ്രൈവിംഗ് ഫീലും വേണം, എല്ലാ ലക്ഷറിയും വേണം, പക്ഷേ മൈലേജും വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഡീസൽ വണ്ടിയാണ്. ഏതാ മോഡൽ ഇത്? 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുക. ഡീസൽ ആണ്. ഓട്ടം പോയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് കൂടിയില്ല. 85,000. 85,000. 1 lakhന്റെ മേലെ എത്തിയില്ല അല്ലേ? 1 lakhന്റെ മേലെ എത്തിയില്ല. 85,000 കിലോമീറ്റർ ഓടിയ 2019 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഷാർപ്പ് ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫീച്ചർ ലോഡഡ് വണ്ടിയാണ്. നമ്മൾ പറയണ്ട, അത്രയും തോന്നുന്നുണ്ട്, പറഞ്ഞാൽ തിരിയും ചെയ്യില്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ട് അച്ചൻ ഇല്ല. ബാക്കി ചെറിയ ചെറിയ ടച്ചപ്പ് ഉണ്ട്. വലിയ വണ്ടിയാണ്, ചെറിയ ചെറിയ ടച്ചപ്പേഴ്സ് ഉണ്ടെന്നല്ലാതെ റീപ്ലേസ്മെന്റ്സ് ഇല്ല. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 10.25 ആസ്കിങ്. 10,75,000. 19 ഡീസൽ ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്. ചോദ്യമല്ലേ, മാറ്റം ഉണ്ടാവല്ലോ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ലോൺ എത്ര കിട്ടും? ഏകദേശം ഫുൾ ലോൺ എന്തായാലും കിട്ടും. ഇത് ഡീസൽ ലോങ്ങിൽ എത്ര കിട്ടും? മൈലേജ് ഒരു 15 റേഞ്ച് കിട്ടും. 13 റേഞ്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോങ്ങിലാണ് 15 ലെവൽ, 15 റേഞ്ച് കിട്ടും അല്ലേ? ഓക്കെ. ഒരു 12-15. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഡീസൽ വെന്യൂ ആണ്. ഹ്യുണ്ടായ് വെന്യൂ KL65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിയില്ലല്ലോ. ശരി, പെട്രോൾ ഓട്ടോമാറ്റിക്. പിന്നെ മൈലേജ് നല്ലോണം ഉണ്ടാവും. 18-20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും ഡീസൽ മാനുവൽ. പിന്നെ ഇത് എന്ന് വെച്ചാല് ഇതിന്റെ ഗ്രില്ലൊക്കെ മാറ്റി ഒന്ന് ഫേസ് ലിഫ്റ്റ് ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാ മോഡൽ? 2020 മോഡൽ ഡീസൽ മാനുവൽ വണ്ടിയാണ്. 20 പഴയ ഷേപ്പിലാണ് വരുന്നത്. ഫ്രണ്ട് ഇടിച്ചിട്ട് മാറിയതാണോ? ഇടിച്ചിട്ട് മാറിയതാണോ? അങ്ങനൊന്നല്ലോ. കസ്റ്റമർ അവർക്കൊരു ആഗ്രഹം ഈ ഷേപ്പിൽ വന്നപ്പോ മാത്രം മാറ്റിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. കിലോമീറ്റർ 60,000 ഡീസൽ വണ്ടിയാണ്. 20 മോഡല്. 6 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ, ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടാണ്. സർവീസും ചെയ്ത് വെച്ചു. ഇനി 70 സെർവീസ് ചെയ്താൽ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നല്ല മൈലേജിൽ ഒരു നോക്കുന്നുണ്ടെങ്കിൽ
വെന്യൂണ്ട്. വേറെ മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് SX ആണ് കേട്ടോ ഓപ്ഷൻ. സൺറൂഫ്, ഡയമണ്ട് കട്ട്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ 2 ഓപ്ഷൻ കൂടി ഉണ്ട് അല്ലേ? ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. SX പ്ലസ് ഇല്ല അല്ലേ? പ്ലസ് ഓട്ടോമാറ്റിക്കലാന്ന് തോന്നുന്നു വരുന്നത്. എല്ലാം ഉണ്ടാവും. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 20 മോഡൽ അല്ലേ? 60,000 കിലോമീറ്റർ ഓടിയ ഡീസൽ SX ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ക്ലെയിം വന്നിട്ട് മാറിയൊന്നുമല്ല, പക്ഷേ ഗ്രില്ലൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, പെട്ടെന്ന് മോഡൽ പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഒരു 7-7.5 വരെയൊക്കെ ലോണും കയറും വരുന്നുണ്ടല്ലേ? ഓക്കെ, അത്യാവശ്യം മാർക്കറ്റ് ഇപ്പം ഉണ്ട് ഡീസലില്. ഓക്കെ, അടുത്ത വാഹനം മാരുതി സുസുക്കി ഇഗ്നിസ് ആണ്. ഇപ്പോൾ നിർത്തിയ മോഡലാണ്. അതെ, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഏതാ മോഡൽ ബ്രോ ഇത്? 17 മോഡല് സീറ്റ ഓട്ടോമാറ്റിക്. സീറ്റ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് തന്നെ വരിക. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരും. അന്ന് പുഷ് ബട്ടൺ ഉണ്ട് ഇതില് 17 പുഷ് ബട്ടൺ ഉണ്ട് അല്ലേ? പുഷ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ബാക്കി ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിലില്ല. ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇഗ്നിസ് എന്ന് വെച്ചാൽ ഒരു സ്പോർട്ടി മോഡ് വണ്ടിയാണ്. അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം, അതായത് റിഡ്സ് ഇതൊക്കെ തപ്പുന്നവർ നോക്കുന്നത് ഒതുങ്ങിയ ടൈപ്പിൽ ഓട്ടോമാറ്റിക് വണ്ടി, അത്യാവശ്യം പവർഫുൾ വണ്ടിയാണ്. എഞ്ചിനാണ്. പോരാതെ തന്നെ നെക്സ സീരീസും ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് നോക്കുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നിർത്തിയതാണ്, പുതിയ വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഇഗ്നിസ് വാങ്ങാൻ ആഗ്രഹിച്ച് കിട്ടാത്തവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാ? 5,400. 5,25,000 ഓട്ടോമാറ്റിക് സീറ്റ് ഓട്ടോമാറ്റിക്. 45,000 കിലോമീറ്റർ ഓട്ടോ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്തായാലും ലോണും കയറും അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സ്വിഫ്റ്റ് ആണ്. അതായത് 3 കളറിൽ ഒരേ ഷേപ്പ് സ്വിഫ്റ്റ് ഉണ്ട്, പക്ഷെ 3 ഓപ്ഷൻ ആണ്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്തൊരു നീല ഉണ്ട്, പിന്നെ ഒരു വൈറ്റും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവന്റെ ഡീറ്റെയിൽ നോക്കാം. 23 മോഡല് ZXi പ്ലസ് ഓട്ടോമാറ്റിക് ഡുവൽ ടോൺ. ZXi പ്ലസ് ഏറ്റവും ടോപ്പിൽ 23-ല് 3-ാം മാസം വാറണ്ടി കഴിഞ്ഞു അല്ലേ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, ഒന്നും പറയാനില്ല. ക്ലെയിമോ കാര്യങ്ങളോ നിലവിലില്ല. ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം കാര്യങ്ങളോ ഒന്നുമില്ല. A to Z കമ്പനി സർവീസ്. കിലോമീറ്റർ 39,000. 23 മോഡലില് സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ, അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു 18 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് കിട്ടും. ഓക്കെ, ഒരു 15-18 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് 7,300,000. 7,75,000 രൂപയ്ക്ക് 2023 ZXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ZXi പ്ലസ് ആട്ടോ. സോറി, അതിന്റെ മുകളിലില്ല. ZXi പ്ലസ് ആണ്. എന്നോട് തെറ്റിപ്പോയതാ, സോറി. അപ്പോൾ ലോണ് ഫുള്ള് കിട്ടും. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 6-6 വരെയൊക്കെ എന്തായാലും കിട്ടും. മറ്റേ രണ്ടും ഡീറ്റെയിൽ എങ്ങനെയാണ്? 2023 VXi ഓട്ടോമാറ്റിക് തന്നെ 30,000 കിലോമീറ്റർ. ബ്ലൂ കളർ. അത് നമുക്ക് വരുന്നത് A20. വൈറ്റ് വരുന്നത് VXi മാനുവൽ ആണ്. 2020 മോഡൽ. 20 മോഡൽ. അത് VXi മാനുവല്. അതും 30,000 കിലോമീറ്റർ ഓട്ടോ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മളെ 595 595. വില ഫൈനൽ അല്ലല്ലോ ഇതിന്? നമ്മുടെ അടുത്ത വാഹനം ഒരു i10 നിയോസ് ആണ്. ഇതെങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? 23 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ AMT തന്നെയാണ് വരിക. 23 വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, സ്പോർട്സ് ഓപ്ഷൻ ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ്. AMT ഗിയർ ബോക്സ് തന്നെ. ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്രയാ കിലോമീറ്റർ? വെറും 16,000. 23 അല്ലേ? ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാ? എത്ര പ്രൈസ് എങ്ങനെയാ? അത് 6,80,000 രൂപയ്ക്ക് 2023 നിയോസ് ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ വണ്ടി. 16,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? ഓക്കെ, ലോൺ ഒരു 5-5.25 വരെ കയറൂലേ? ഓക്കെ, അങ്ങനെ നമ്മള് മറ്റേ ഷോറൂമിലേക്ക് എത്തി. അതായത് ആദ്യത്തെ ഷോറൂം അല്ലേ? ഫസ്റ്റ് ഷോറൂം.
നമ്മൾ നേരത്തെ കണ്ട ഫുൾ ഓപ്പൺ ആയിരുന്നു, ഇത് ഫുൾ ക്ലോസ്ഡ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് MG ഹെക്ടർ ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ആ, ഏതാ മോഡല്? 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഷാർപ്പാ? ഷാർപ്പ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. 19 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 52,000 കിലോമീറ്റർ ഓട്ടം. A to Z കമ്പനി സർവീസ് ആണ്. ഓക്കെ, നല്ല കംഫർട്ടിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ വെറൈറ്റി കളറാണ്. അതെ, ഒരു വൈൻ റെഡ് ക്രിസ്റ്റയിൽ കാണുന്ന കളറാണ്. ക്രിസ്റ്റൽ കളറാണ് കൂടുതൽ. എങ്ങനെയാണ് പ്രൈസ്? എങ്ങനെയാണ് ഇത്? 11,400,000. 11,25,000 രൂപയ്ക്ക് 2019 പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി. പ്രൈസ് കുറച്ച് കൊടുക്കാമോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് 50 സംതിങ് കിലോമീറ്റർ ആണ്. ഇതേ വണ്ടി തന്നെ മാർക്കറ്റിൽ ഒരു 80 അല്ലെങ്കിൽ 90 ഒക്കെ ഓടിയ വണ്ടികൾ ഇനിയും വില കുറയും. ഒരു 1 lakh 1.5 ഒക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്രയും വില കുറവിൽ കിട്ടും. ഇതിലൊക്കെ കിലോമീറ്റർ ലോ കിലോമീറ്ററിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ. അപ്പോൾ 80-90 ഒക്കെ ഓടി നിങ്ങൾ നോക്കിയാൽ ഒരു ഒറ്റയടിക്ക് ഒരു 10.5 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും. അതിന്റെ താഴെ കിട്ടും, 9 സംതിങ് കിട്ടും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നിങ്ങൾ അന്വേഷിച്ച് നോക്കോ എങ്ങനെയായാലും. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് അന്വേഷിച്ച് നോക്കോ. അപ്പോൾ കിലോമീറ്ററിനനുസരിച്ചിട്ട് ആ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ അറിവിലേക്കായിട്ട് പറയാണ്, നിങ്ങൾ എവിടെ പോയിട്ട് വണ്ടി എടുക്കുമ്പോഴും ഈ കിലോമീറ്ററും കൂടി നോക്കുക. അവരാദ്യം പറയാ വിലയായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഓട്ടം കൂടുതലുണ്ടാവും. അതും കൂടി ശ്രദ്ധിക്കുക. ഈ വില എന്തായാലും കുറച്ച് കൊടുക്കണം. ഈ വില എന്തായാലും നമ്മൾ കുറച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് സെഡാൻ കാറ്റഗറിയാണ്, ഹോണ്ട സിറ്റി. അതായത് ഇപ്പം ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്രില്ലിൽ മാറ്റമുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഷേപ്പാണിത്. ഇതിൻ്റെയും തൊട്ട് മുന്നേയുള്ള ഷേപ്പ് വേറൊന്ന്, ഒരു മെറൂൺ കളറിൽ ഒരു സിറ്റി ഉണ്ട് കേട്ടോ. എല്ലാവരും കോമൺ ആയിട്ട് നമ്മളൊക്കെ കൂടുതൽ കാണുന്ന സിറ്റി പുറകിലുണ്ട് വേറെ. ഓക്കെ, അപ്പോൾ ഇത് KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതേതാ മോഡൽ? കാര്യങ്ങൾ 24 മോഡൽ അഡാസ് വരുന്ന വി ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ, VX ZX 2 ഓപ്ഷൻ കൂടി മേലെ ഉണ്ടാവും. ഇതിൽ തന്നെ അഡാസ് വരുന്നുണ്ട്. ഇതിൽ പുഷ് ബട്ടൺ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സൺറൂഫ് വരില്ല. സൺറൂഫ് വരില്ല, അത്രേ ഉള്ളൂ. പിന്നെ കിലോമീറ്റർ എത്ര ഓടി? 52,000 മാനുവൽ. 52,000 മാനുവൽ സിറ്റിയാണ്. ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. പെട്രോൾ സിറ്റിയാണ്. വലിയ മെയിൻ്റനൻസ് ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സെഡാൻ കാറ്റഗറി വണ്ടി അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? ഒരു ക്ലെയിമില്ല. സിംഗിൾ ഓണർഷിപ്പ്. 2024 വി അഡാസ് ഫീച്ചർ വരുന്ന ഓപ്ഷൻ വാഹനമാണ്. എത്രയാ ഓട്ടം പറഞ്ഞു നമ്മള്? ഓട്ടം 52. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 10,30,000. 10,30,000 രൂപ ചോദ്യമാണ്, കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ 24 മോഡലുണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിലായിരിക്കും. 27 മാസം വരെ കമ്പനിയിൽ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ലോൺ ഒരു 9.5 വരെയൊക്കെ കിട്ടൂലേ എന്തായാലും? ഓക്കെ, അപ്പോൾ വേറൊരു സിറ്റിയും കൂടി ഉണ്ട്. ഇതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് 19 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ശരി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 50 ഓട്ടം. ZX ഓട്ടോമാറ്റിക് ആണ്. ZX ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു 1 lakh അബോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അത് എത്ര കൊടുക്കുക? അത് നമുക്ക് 9-15 ആ റേഞ്ചാണ് ആസ്കിംഗ്. മാക്സിമം ചെയ്ത് കൊടുക്കുക. പ്ലസ് CNG ആണ്. പ്ലസ് CNG ആണ്. CNG ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ആ സിറ്റി. അപ്പോൾ നല്ല മൈലേജ് കൊണ്ടു നടക്കാൻ പറ്റും. താല്പര്യത്തെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയയുടെ സോണറ്റ് ആണ്. അതായത് ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് നമ്മൾ നേരത്തെ ഒരു റെഡ് സ്വിഫ്റ്റ് കണ്ടില്ലേ, 7,300,000 അതിന്റെ പ്രൈസ്. അതെ, ആ വിലക്ക് നിങ്ങൾക്ക് ഇതാ ഒരു സോണറ്റ് KL 22 കഴക്കൂട്ട രജിസ്ട്രേഷൻ അല്ലേ? തിരുവനന്തപുരം ജില്ലയാണ്. ഏതാ മോഡൽ? 23 മോഡല് HTK പ്ലസ് ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. HTK പ്ലസ്. അലോയ്സ് ഉണ്ടാവും, സൺറൂഫ് ഉണ്ടാവും അല്ലേ? സൺറൂഫ് ഉണ്ടാവും. അലോ വീൽസ് അല്ല, വീൽ കപ്പ് ആണ് വരിക. വീൽ കപ്പാ? ഇത് വീൽ കപ്പാ? വീൽ കപ്പാ വരിക. ഓക്കെ, 24 തൊട്ട് അലോയ്സ് ഉണ്ടെന്നു അല്ലേ? HTK പ്ലസ് അല്ലേ? ഓക്കെ, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ഓക്കെ, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. അപ്പോൾ 23-26 വാറണ്ടി കഴിഞ്ഞിട്ടില്ലല്ലേ? 11-ാം മാസം അതായത് ഈ വർഷം നവംബറിലെ ആവുന്നുള്ളൂ. നവംബർ 1-ാം തീയതി ആവുന്നുണ്ട്. കേരളപ്പിറവിൻ്റെ അന്ന് ഇത് വാറണ്ടി കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഓട്ടം 80 ഓടിയില്ല. എന്തേ? അത് ശരി, CNG ചെയ്തിട്ടുണ്ടല്ലേ അഡീഷണല്? ഓക്കെ, അത്യാവശ്യം നീറ്റ് കിറ്റാ, മൈലേജ് കിട്ടുന്നുണ്ട്. 10,000 കിറ്റാ. കിറ്റാ. ഓക്കെ,
മൈലേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കിലോമീറ്റർ. സാധാരണ ഒരു 11-15 റേഞ്ചൊക്കെ ഇതിന് പറയാൻ പറ്റുള്ളൂ. ലോങ്ങിലൊക്കെ അങ്ങനെ നോക്കി ഓടിക്കുമ്പോൾ 15-16 വരെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഒരു 18-20 തന്നെ പറയാൻ പറ്റും. CNG ചെയ്തുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഓട്ടം പോയതല്ല. അതാണ് ഓട്ടം പോയത്. ഓക്കെ, 80,000 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓട്ടം പോയിട്ടുണ്ട്. പിന്നെ പെട്രോൾ വണ്ടിയാണ്, വലിയ മെയിൻ്റനൻസ് സൈഡ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആ ഓട്ടത്തിനുള്ള വില വ്യത്യാസം വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുൾ സർവീസ്, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, എത്രയാ പ്രൈസ്? എങ്ങനെയാ? 7.5 സെയിമാ? സെയിം തന്നെ. 7.5 മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തും പോകുക, മാറ്റം ചെയ്ത് കൊടുക്കും. 7.5 തന്നെയാണ്, മാറ്റം ചെയ്ത് തരും. അപ്പൊ ഫുൾ ലോണും കിട്ടാൻ ചാൻസ് ഇല്ല? ഫുൾ ലോൺ കിട്ടും. 2023 മോഡൽ 23 കമ്പനി വാറണ്ടി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നോക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ പഞ്ച് KL 39 രജിസ്ട്രേഷൻ വരുന്ന പഞ്ചാണ്. ഏതാ മോഡൽ ബ്രോ? 23 മോഡൽ ക്രിയേറ്റീവ് ഓപ്ഷൻ. ഓക്കെ, അന്നത്തെ ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് 23 മോഡലില്. ഓക്കെ, മാനുവല? സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ മാനുവൽ. ഓക്കെ, ഓട്ടം 33 നോർമൽ ഓട്ടമാണ്. 3 വർഷം കൊണ്ട് നോർമൽ ഓട്ടം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഉണ്ട്. എന്താ? റീപ്ലേസ് ഉണ്ട്, ഗ്രില്ല് റീപ്ലേസ് ഉണ്ട്. അതേപോലെ ഈ സാധനം ഉള്ളിൽ കിടക്കുന്ന ഈ കണ്ടൻസർ മാറിയിട്ടുണ്ട്. അത് ബമ്പർ തുമ്പറിൽ മാറിയതാണ്. ചെറിയൊരു അടി വന്നിട്ടുണ്ടല്ലേ? ലേഡി യൂസ് ചെയ്തോണ്ട് തട്ടി മാറിയതാണ്. മേജറായിട്ട് ബോണ്ട് ഗ്ലാസ്സിലാകണം റീപ്ലേസ്. ലേഡിയല്ല, അതിപ്പോ ആണുങ്ങൾ യൂസ് ചെയ്താലും തട്ട് വരും. അതുപോലെ നമ്മളെ വണ്ടികൾ എല്ലാ വണ്ടികളും മേജറായിട്ട് റീപ്ലേസ് ഇല്ലാത്തതുണ്ട്. ഇതിന് റീപ്ലേസ് ഉണ്ടെന്ന് അവർ പറഞ്ഞതാണ്. റീപ്ലേസ് ഉണ്ട് നമ്മൾ പറയാം, പറഞ്ഞു. മേജറായിട്ട് ബോണ്ട് ഗ്ലാസ് ഡോറ് ഡിക്കി ഒന്നുമല്ല, ബമ്പറും ഗ്രില്ലും കണ്ടൻസറും ഫുൾ ഹിസ്റ്ററിയിലുണ്ട്. എന്നാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കമ്പനി പോയിട്ട് നോക്കാം. നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ 23 ക്രിയേറ്റീവ് പ്ലസ് ഓപ്ഷൻ പഞ്ചാണ്. സിംഗിൾ ഓണർഷിപ്പ്, നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ, 30 സംതിങ് ഓടിയിട്ടുള്ളൂ. പിന്നെ മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം കിട്ടും. മാനുവലാണ്, പെട്രോള്. പ്രൈസ് എങ്ങനെയാണ്? 6,70,000 രൂപയ്ക്ക് ഈ ഒരു പഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 23 നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ കേട്ടോ. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? 12 ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് പ്ലസ് ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയ സെൽറ്റോസ് KL 85 ഫറൂഖ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതേതാ മോഡൽ ബ്രോ? 21 മോഡൽ HDK പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നേരത്തെ K+ കണ്ട് സോണറ്റ് നമ്മൾ. ഇത് HDK സെൽറ്റോസ് ആണ്, 21 മോഡൽ. ഓക്കെ, കിലോമീറ്റർ 40,000. ഓക്കെ, ഇതും ആ ഒരു വർഷം സംബന്ധിച്ചൊരു നോർമൽ ഓട്ടം തന്നെയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതിൽ സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല, കാരണം അന്ന് സൺറൂഫ് ഇല്ല. HDK പ്ലസിൽ KL ഇല്ല, തീരെ ഇല്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് 9,20. മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 21 40,000 കിലോമീറ്റർ ഓടിയ HDK 920. ഓക്കെ, മാക്സിമം ലോൺ സൗകര്യം എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. മാനുവലാണ്, മൈലേജ് ഒരു 12-16 റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 16 ഞാൻ പല സ്ഥലത്തും ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും എന്താ, ഒരു ഫോക്സ് വാഗൺ ടൈഗൂൺ ഓട്ടോമാറ്റിക്. നേരത്തെ കണ്ടത് ഹൈലൈൻ ഓട്ടോമാറ്റിക് ആയിരുന്നു, മിഡിൽ ഓപ്ഷനിൽ വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് ആണ്. സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അല്ലേ? വയർലെസ് ചാർജർ ഉണ്ടാവും. ഏതാ മോഡല്? ഈ 2 മോഡല് ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 65,000. ടോർക്ക് കൺവെർട്ടർ, ഗിയർ ബോക്സ് തന്നെ സെയിം, മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പിന്നെ ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഞാൻ ചോദിക്കാൻ വരില്ലേ, 27 വരെ വാറണ്ടി. ഓക്കെ, നേരത്തെ പറഞ്ഞ വാറണ്ടി ഉണ്ടായിരുന്നു? വാറണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും വാറണ്ടിയിലേക്കാണ്. ഒന്ന് ഇത് കൂടിയ ഓപ്ഷനാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 1 ലിറ്റർ ടർബോയിൽ ടോപ്പ് എൻഡ് വരുന്ന വാഹനമാണിത്. പ്രൈസ് എങ്ങനെയുണ്ട്? അത് 12,50,000 രൂപ അല്ലേ? രണ്ടിൻ്റെ വില തമ്മിൽ ഏകദേശം നല്ല മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നുണ്ട് ഈ വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിക്കോ. പ്രൈസ് എന്തായാലും കുറച്ച് വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു വലിയ വണ്ടിയാണ്. 7 സീറ്റർ XUV 700. ഓക്കെ, ഇപ്പം നിർത്തി, ഇപ്പോൾ 7X ആയി. സംഭവത്തിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 23 മോഡല് AX7 ഡീസൽ ഓട്ടോമാറ്റിക്. ഫുൾ അല്ല, ലക്ഷറിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് അല്ലേ? ലക്ഷറി. ഓക്കെ, വാറണ്ടി കഴിഞ്ഞു. വാറണ്ടി ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്, ഡിസംബർ 26 വരെ അങ്ങനെയുണ്ട് വാറണ്ടി. വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത്, കമ്പനി വാറണ്ടിയിൽ. കിലോമീറ്റർ എത്രയായി?
70,000. 70,000 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല, 15 കിട്ടുമല്ലോ ലോങ്ങിലൊക്കെ പിടിക്കുകയാണെങ്കിലോ. നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കും ആണ്. ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, മേജറായിട്ട് ഒരു ക്ലെയിമും ഇല്ല, 0 ക്ലെയിം വണ്ടിയാണ്. 50 വരെ ടച്ചപ്പ് ഇല്ല. അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷറി അല്ല, ഇതിന് തന്നെ 29 സംതിങ് വരുന്നുണ്ട്. ചോടായിട്ട് വണ്ടിക്ക് വില ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇപ്പൊ എത്രയാ? ഇതിപ്പോ ആസ്കിംഗ് പ്രൈസ് 19,000. 19,25,000. അതും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൈസാണ്. ഇതിലൊക്കെ മാറ്റം വ്യക്തമാണ്. 20 ലാഖ് അണ്ടറിൽ കിട്ടാനില്ലാത്തൊരു മുതലാണ്. ഓക്കെ, 19,4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 700 കൊണ്ടുപോകും കേട്ടോ. 23 കമ്പനി വാറണ്ടി ഇനിയും ബാക്കിയുണ്ട്. ഡിസംബറിലെ വാറണ്ടി തീരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 2 വർഷം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കമ്പനിയിൽ നിന്ന് തന്നെ. ഓക്കെ, ഫുള്ളോണല്ല, ഒരു 18 കയറും സുന്ദരമായിട്ട്. അപ്പോൾ 18 വരെ എന്തായാലും കയറും കൺഫേം ആയിട്ട്. അപ്പൊ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഒരു ഐറ്റം ഇവിടെയുണ്ട്. ഇനി ഏതൊക്കെ വണ്ടികളുണ്ട് ബ്രോ സ്റ്റോക്ക്? വണ്ടികൾ ഇഷ്ടമായി. ഒരു 20 അപ്പോ വണ്ടി ഇഞ്ചും സ്റ്റോക്കിലുണ്ട്. ഇനി സ്റ്റോക്ക് ഉണ്ട്. കുഷാക്ക് ഉണ്ട്, ബെന്യുണ്ട്, മാഗ്നൈറ്റ് ഉണ്ട്, മൈക്ര ഉണ്ട്, സണ്ണി ഉണ്ട്, കാൻഡൈറ്റ് ഉണ്ട്, CVT ഓട്ടോമാറ്റിക് ഉണ്ട്. ഇഷ്ടമായി വരാറുണ്ട്. ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിക്കാം. സ്റ്റോക്ക് കൊടുക്കൂല അങ്ങനെ വണ്ടി ഇഷ്ടമായി ഇനി സ്റ്റോക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമുക്ക് ഈ ഫാമിലി ഇങ്ങനെ വേഗം വളർത്തിക്കൊണ്ടു പോകണം. അതത്രേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.